ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആൻസൊക്കെയാണ്. അപ്പോൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ക്ലാസ് 7 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ മാർച്ച് 2024 നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ എക്സാം സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ആയിരുന്നു. അപ്പോൾ തന്നിട്ടുള്ള 10 പ്രവർത്തനങ്ങളിൽ 8 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സസ്യജാലങ്ങൾ എന്നിവയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും വൈവിധ്യവുമുള്ള രാജ്യമാണ് ഇന്ത്യ. നൽകിയിരിക്കുന്ന സവിശേഷതകളിൽ നിന്ന് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര പർവ്വത മേഖല. എവിടെയാണ് ഉത്തരപർവ്വത മേഖല? ഓക്കെ. സെക്കൻഡ് വൺ, ലാവ തണുത്തുറഞ്ഞുണ്ടായ ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമി. എന്താണ് ഉപദ്വീപീയ പീഠഭൂമി? ഓക്കെ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഈ വിഭാഗത്തിലാണ്. എവിടെയാണ്? ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. ഓക്കെ. ഇനി അടുത്തത്, ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനോടും ചേർന്ന് കിടക്കുന്ന ഭൂവിഭാഗം ഏതാണ്? തീരസമതലം. ഏതാണ്? തീരസമതലം. ഇനി ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ സമൂഹങ്ങൾ ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 2, അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. അന്തരീക്ഷ വായുവിൻ്റെ ജലകണികൾ ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് ഒരു ലഘു പരീക്ഷണം എഴുതുക. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര പാർക്കിൽ കാണുന്ന ചില ഉപകരണങ്ങൾ താഴെ നൽകുന്ന അവയുടെ ഉപയോഗം എന്ത്? ഇപ്പോൾ അനിമോമീറ്ററാണ്. അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാൻ. ഇനി വിൻഡ് വെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ ദിശ അളക്കാൻ. ഇനി വായുപ്രവാഹങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വായുപ്രവാഹം ഉണ്ടാകുന്നത്? സൂര്യൻ്റെ താപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു എന്താ ചെയ്യുന്നത്? വികസിക്കുന്നു. അപ്പം സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും പിന്നീട് എന്താ സംഭവിക്കുന്നത്? സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് വായുപ്രവാഹങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ എഴുതി നിങ്ങൾക്കൊരു മാർക്കാണ്. എന്താണ്? താപത്താൽ ചൂടുപിടിച്ച അന്തരീക്ഷവായു വികസിക്കുന്നു, സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുന്നു. അങ്ങനെയാണ് വായുപ്രവാഹങ്ങൾ ഉണ്ടാകുന്നത്. ഇനി പ്രവർത്തനം 3, ഭൂമിയിലെ ചില മനുഷ്യ പ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. കാലാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം? അവ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. കുന്നിടിക്കൽ, വയൽ നിരപ്പാക്കൽ, കിണർ കുഴിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പിന്നെന്താണ്? നിങ്ങൾ കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് 2 ബദൽ സംവിധാനങ്ങൾ നിങ്ങൾ എഴുതുകയും വേണം. 4ാമത്തെ പ്രവർത്തനം എന്താണ്? സമൂഹമാണ് ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം. ഓക്കെ. വ്യക്തിയെ കൂടാതെ സമൂഹത്തിനും സമൂഹത്തെ കൂടാതെ വ്യക്തിക്കും നിലനിൽപ്പില്ല. ഈ അഭിപ്രായത്തെ നിങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി സാധൂകരിക്കുക. ഓക്കെ. 2ാമത്തെ ചോദ്യം, സമുദായം, സമാജം ഇവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെടുന്നു? അപ്പോൾ സമുദായം എന്ന് പറഞ്ഞാൽ നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തിയുടെ സംഘമാണ് സമുദായം. സമാജം എന്ന് പറഞ്ഞാൽ പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. ഇനി അടുത്ത പ്രവർത്തനം 5, തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരി ഉത്തരം കണ്ടെത്തി എഴുതുക. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാൻ കഴിയില്ല. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നാണ് എഴുതേണ്ടത്. എന്താണ്? എയും ബിയും ശരിയാണ് അല്ലേ? എയും ബിയും ശരിയാണ്. അതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ, കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. അതേപോലെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ അത് മാറ്റാൻ കഴിയില്ല. ഇനി അടുത്ത സി, തന്നിരിക്കുന്ന വർഷങ്ങളും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ടൈം ലൈനിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ്. അപ്പം 1950 എന്താ സംഭവിച്ചത്? ഇന്ത്യ റിപ്പബ്ലിക്കായി അല്ലേ? പിന്നീട് എന്താ? 1949 ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് 49 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1946 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. ഓക്കെ. ഇനി പ്രവർത്തനം 6 എന്താണ്? ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാകുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. മാധ്യമങ്ങൾ എങ്ങനെയാണ് സാമൂഹീകരണത്തെ
സഹായിക്കുന്നത്. അതേപോലെ ഒരു വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ സമീപത്തുള്ള ആശുപത്രി സന്ദർശിച്ച് ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഇത്തരത്തിൽ നിങ്ങളുടെ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിനെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്ന 3 സാമൂഹീകരണ പ്രസ്ഥാനങ്ങൾ എഴുതുക. ആദ്യത്തെ ചോദ്യം മാധ്യമങ്ങൾ അല്ലേ, പ്രസ് മീഡിയ എങ്ങനെയാണ് സാമൂഹീകരണത്തെ സോഷ്യലൈസേഷന് സഹായിക്കുന്നതെന്ന്. മാധ്യമങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ജീവിത രീതിയിലും സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ഒറ്റ സമൂഹമാക്കുന്നതിനും മാധ്യമങ്ങൾ സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 7. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയവിടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയവർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഉണ്ടായത്? ഒരുപാട് കോട്ടകൾ അല്ലേ, തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, അതേപോലെ കണ്ണൂർ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ കൊണ്ടുവന്നു. അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചു. ഇനി അടുത്ത, ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് പ്രവർത്തനം 8. മനുഷ്യൻ ഉൾപ്പെടെ സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് മണ്ണ് അനിവാര്യമാണ്. മണ്ണ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു. ആദ്യം എന്താ ചെയ്യുന്ന? പാറ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റം ഉണ്ടാകുന്ന അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, മണ്ണിൻ്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ. രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലിട്ട് കത്തിക്കുക, രാസകീടനാശിനിയുടെ അമിത ഉപയോഗം. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനം 9. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഗാന്ധിജി ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. തന്നിരിക്കുന്ന സൂചനകളിൽ ബന്ധപ്പെട്ട് വ്യക്തികളെ തിരിച്ചറിയുക. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ഇനി അടുത്തത് 3 വട്ടമേശ സമ്മേളനങ്ങൾ പങ്കെടുത്ത ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഇനി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ച ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് ആണ്. INA രൂപീകരിച്ചു ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്ന് എഴുതി വെക്കരുത്, റാഷ് ബിഹാരി ബോസാണ്. റാഷ് ബിഹാരി ബോസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എഴുതി തിരഞ്ഞെടുത്താൽ മതിയല്ല. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലി. 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചു ഭഗത് സിംഗ്. INA രൂപീകരിച്ചു റാഷ് ബിഹാരി ബോസ്. ഇനി അടുത്തത് പ്രവർത്തനം 10. ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവകൾക്കനുസൃതമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ മണ്ണിനങ്ങൾ കാണപ്പെടുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളുടെ പേരുകളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഈ മണ്ണിനങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ആ പ്രദേശങ്ങൾ എവിടെയാണെന്ന് ഇന്ത്യയിലെ ഭൂപടത്തിൽ നിങ്ങളോട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ പർവ്വത മണ്ണുണ്ട്, മരുഭൂമി മണ്ണുണ്ട്, എക്കൽ മണ്ണുണ്ട്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്. ഇത് ശരിയായി നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ലഭിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.